ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ക്യാരറ്റ് പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു മുന്നേയും ഒരു ക്യാരറ്റ് പോള ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ രീതിയിലാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്യാരറ്റ് വഴറ്റിയിട്ടാണ് ആ ഒരു ക്യാരറ്റ് പോള ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അതിനെക്കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പോള നമുക്ക് ഒരു പുഡിങ്ങൊക്കെ കഴിക്കണ പോലെ കഴിക്കാൻ വേണ്ടി പറ്റും. തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു പുഡിങ്ങൊക്കെ കഴിക്കണ പോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു മീഡിയം സൈസിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങ് വലുപ്പമുള്ള ക്യാരറ്റും അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് കുക്കായി കിട്ടാനാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതേ ക്യാരറ്റ് കംപ്ലീറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അധികം വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായി കിട്ടും. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കുക്കറിലുള്ള പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ചൂടോടുകൂടി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് തെറിക്കും. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ക്യാരറ്റ് മാത്രം ചേർത്താൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ വേവിച്ചത്. ആ വെള്ളം ഒഴിവാക്കിയിട്ട് ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ദാ ഇതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ട. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് പോള കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു ക്യാരറ്റിന് ഒരു മുട്ട എന്നുള്ള കണക്കിലാണ് കേട്ടോ മുട്ട എടുക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് വലുപ്പമുള്ള ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെ തന്നെ ഈ ഒരു പോള കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ട്. നമ്മളിപ്പോൾ 4 മുട്ടയാണല്ലോ എടുത്തിട്ടുള്ളത്. ഓരോ മുട്ടയ്ക്കും ഓരോ ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഈ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും മുട്ടയൊക്കെ എത്ര എടുക്കണമെന്ന് മനസ്സിലാവുമല്ലോ. ഇനി നമുക്കിതിലേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പോളക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി, കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വാനില എസൻസ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ഈ ഒരു പോളക്ക് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു പുളിഞ്ഞ മണം മാറാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. ആ ഒരു പഞ്ചസാരയ്ക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. 1 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ക്യാരറ്റും മുട്ടയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് വരും. ദാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് പോളയുടെ ബാറ്റർ ഉണ്ടാവുക. ആ ഒരു ക്യാരറ്റും മുട്ടയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ലൊരു ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക. ആ ഒരു ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ ഇത്.
ഇനി നമുക്ക് പോള തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അതിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു കാഷ്നട്ടും കിസ്മിസും നമ്മൾ പോളയുടെ ഉള്ളിലല്ല ഇടുന്നത്. ഇത് കുറച്ചൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലെ ഇടുന്നതാണ് കേട്ടോ. ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം മേലെയാണ് ഇടുന്നത്. ആ ഒരു കാഷ്നട്ടും കിസ്മിസൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ കുറച്ചുകൂടി നെയ്യ് ബാക്കിയുണ്ട് കേട്ടോ. ഈ ഒരു നെയ്യ് മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അഥവാ നെയ്യ് ഇല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു പോളയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചിട്ട് അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴെ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കണം കേട്ടോ. അടിഭാഗം കരിഞ്ഞു പോവാണ്ടിരിക്കാനാണ് ഇതുപോലെ താഴെ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. മുകൾ ഭാഗം ചെറുതായിട്ട് ഒന്ന് ആറി വരുന്ന സമയമായിരിക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഞാനിപ്പോൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു 5-10 മിനിറ്റ് കൂടി അടച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കുക. എന്തായാലും കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഓരോരോ പാത്രത്തിനനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഫ്ലെയിം വരുന്നതിനനുസരിച്ചിട്ടൊക്കെ ഒരു 5 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പോള കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി കുറച്ചൊന്ന് കളർ മാറ്റാൻ വേണ്ടി ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യാക്കി കൊടുക്കുക. ഒരല്പം മാത്രം കേട്ടോ. മുകൾ ഭാഗത്തും കൂടി കുറച്ചൊന്ന് നെയ്യ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം നെയ്യാക്കി കൊടുക്കുന്നത്. അതിനുശേഷം മറിച്ചിടുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അധിക സമയം വെക്കരുത് കേട്ടോ. അപ്പോൾ ആ മുകൾ ഭാഗത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറും. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പോള നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡ് ഭാഗവും അടിഭാഗവും ഒന്നും കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോള നമുക്ക് ചെറിയൊരു ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു പുഡിങ്ങൊക്കെ കഴിക്കണ പോലെ കഴിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ പാലും മുട്ടയൊക്കെ ഉറപ്പിച്ചിട്ടുള്ള പുഡിങ്ങില്ലേ അതൊക്കെ കഴിക്കണ പോലെ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്